അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി പഠിക്കാമെന്ന് വെച്ചാൽ നമ്മൾ മുടിയുടെ ഷെയ്ഡിങ്സ് ആണ്. അപ്പോൾ മുടിയുടെ ഷെയ്ഡിങ്സിനായിട്ട് ഞാനായിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡോട്ടിങ് ടൂൾസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക ഡോട്ടിങ് ടൂൾസ്. അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് വാങ്ങുന്ന ഒരു സാധനമാണ് ഡോട്ടിങ് ടൂൾസ്. അപ്പോൾ അത് വെച്ച് ഞാൻ ഫസ്റ്റായിട്ട് നമ്മൾ ഹെയറിൻ്റെ ഡയറക്ഷൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇവിടെ സ്റ്റെഡ്ലറിൻ്റെ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക്നെസ് പെൻസിലാണ്. നമുക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക്നെസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെൻസിലാണിത്. ഇതിൻ്റെ പേരാണ് സ്റ്റെഡ്ലർ 8B പെൻസിൽ, സ്റ്റെഡ്ലർ മാസ് ലൂമോഗ്രാഫിക് സ്റ്റെഡ്ലർ എന്ന് പറയും ഇതിനെ. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ്, ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും, നമുക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യാൻ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് കണ്ടോ ഏകദേശം നല്ലൊരു ഡാർക്ക്നെസ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മുടിയുടെ ഏകദേശം നല്ലൊരു വാല്യൂ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏകദേശം നമുക്ക് ഡാർക്ക്നെസ് വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ആ കാതിലിൻ്റെ ഒരു ഭാഗത്ത് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലെൻഡ് ചെയ്തു. നമ്മൾ എക്സ്ട്രാ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്നില്ല, അതേ ഡാർക്ക്നെസ് വാല്യൂ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടി. പിന്നെ ഞാൻ വീണ്ടും ആ ഡോട്ടിങ് ടൂൾ വെച്ചിട്ട് ഞാൻ മുടിയുടെ ഡയറക്ഷൻസ് എങ്ങോട്ടാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാൻ ആ ഡയറക്ഷൻ തന്നെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നു. നമ്മൾ റെഫറൻസ് പിക്ചർ നമ്മൾ നോക്കുക, അപ്പോൾ ആ ഡയറക്ഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ഇവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒരു ബ്ലെൻഡിങ് കൊടുത്തു. പിന്നെ ഞാൻ വീണ്ടും 8B മാസ് ലൂമോഗ്രാഫിക് എന്ന പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഞാനിവിടെ ഡാർക്ക്നെസ് വാല്യൂ കൊടുത്തു. പിന്നെ ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്തു. പിന്നെ മുടിയുടെ ആ ഡയറക്ഷൻസ് നമ്മൾ പതുക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഓരോ ലെയറായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത് അവിടെ ഞാൻ ജസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ആ ഡാർക്ക്നെസ് വാല്യൂ കൊടുക്കുന്നു. പിന്നെ ലൈറ്റ്നെസ് എവിടേക്കാണ് ഉള്ളത് നമുക്ക് ആ റെഫറൻസ് പിക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് ലൈറ്റ് ഷെയ്ഡ്സ് ഉള്ളത്, അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് എവിടേക്കാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ ഞാനവിടെ ആ ഡയറക്ഷൻ നോക്കിയിട്ട് അതേപോലെ ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ സെയിം പരിപാടി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഡാർക്ക്നെസ് വാല്യൂ അതുപോലെ തന്നെ ലൈറ്റ്നെസ് വാല്യൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുക, പിന്നെ ഒരു ലെയർ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുക. എവിടേക്കാണോ നമുക്ക് കുറഞ്ഞു പോയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഡാർക്ക്നെസ് വാല്യൂ എവിടേക്കാണോ കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വീണ്ടും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുവരെയൊക്കെ നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടില്ല, അതുവരെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും മുകളിലത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ് ആ ഡയറക്ഷൻസ് അവിടുന്ന് വളഞ്ഞിട്ട് വരുന്ന മുടിയൊക്കെ ഞാനിവിടെ അതേ ഡയറക്ഷനിൽ ഞാനിവിടെ ഡോട്ടിങ് ടൂൾ വെച്ചിട്ട് ഞാനിവിടെ ഡയറക്ഷൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. പിന്നെ ഞാനിവിടെ 8B മാസ് ലൂമോഗ്രാഫിക് വെച്ചിട്ട് ഞാനിവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ ആ ഡയറക്ഷൻസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ വളഞ്ഞ് പോകുന്ന ഓരോരോ മുടിയും ഞാനങ്ങനെ അതേ രീതിയിൽ തന്നെ ഞാനിവിടെ വളച്ച് ഞാനിവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ്നെസ് ഉള്ള ഏരിയ നമ്മൾ അങ്ങനെ ലൈറ്റ്നെസ് ആയിട്ട് തന്നെ അധികം പ്രഷർ ചെയ്യാതെ വിടുക. പിന്നെ ഡാർക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്തതിന് ശേഷം നമ്മൾ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ബ്ലെൻഡിങ് ടൂൾ ഇല്ലെങ്കിൽ, നമുക്ക് ഈ ഡോട്ടിങ് ടൂൾ ഇല്ലെങ്കിൽ നമുക്ക് മഷി തീർന്ന പേനയുടെ നിബ്ബ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് അധികം പൈസയുടെ ചിലവൊന്നുമില്ല. അത് നമുക്ക് നോർമലായിട്ട് സാധാരണ നമ്മൾ മഷിയൊക്കെ തീർന്ന പെന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഡയറക്ഷൻസ് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ സെയിം പ്രോസസ്സ് ഇവിടെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഞാൻ എവിടേക്കാണോ മൈന്യൂട്ടായിട്ട് ഡാർക്ക്നെസ് വാല്യൂ ഉള്ളത് അതൊന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാൻ വീണ്ടും ഞാനിവിടെ 8B പെൻസിൽ മാസ് ലൂമോഗ്രാഫിക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ കണ്ണിൻ്റെ പുരികം ഓരോരോ രോമങ്ങൾ ഞാൻ വരക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ കണ്ണിൻ്റെ പുരികം ഞാനിവിടെ ഓരോരോ രോമങ്ങൾ പതുക്കെ ഞാനിങ്ങനെ ഡയറക്ഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മളെ ഗ്രാഫൈറ്റ് പെൻസിലിൽ നമുക്ക് ആ ഒരു ഷെയ്ഡിങ്സ് വരും. ഇപ്പോൾ നമുക്കൊരു റിയലിസ്റ്റിക് ആയ ലുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഡാർക്ക്നെസ് വാല്യൂ. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകൾ ഏറ്റവും ചൂസ് ചെയ്യുന്നൊരു പെൻസിലാണ് മാസ് ലൂമോഗ്രാഫിക് പെൻസിൽസ്. അപ്പോൾ റിയലിസ്റ്റിക്കായ കണ്ണും അതുപോലെ തന്നെ റിയലിസ്റ്റിക്കായ മൂക്ക്, റിയലിസ്റ്റിക്കായ ചുണ്ട്, മുടി അതൊക്കെ വരയ്ക്കാൻ ഇത് നല്ലൊരു പെൻസിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായും ഈ ഒരു പെൻസിൽസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പറയുക എങ്ങനെയുണ്ട്. അപ്പോൾ ആ പെൻസിൽ വെച്ച് നമ്മൾ സാധാരണ പെൻസിൽ വാങ്ങുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒരു ഡാർക്ക്നെസ് വാല്യൂ ഉള്ള നമുക്ക് കുറച്ചുകൂടി നല്ല റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻസിൽ തന്നെയാണ് മാസ് ലൂമോഗ്രാഫിക് പെൻസിൽസ്.
അപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ഡ്രോയിങ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റായിട്ട് ഇതുപോലത്തെ പെൻസിൽസ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുക. ഫസ്റ്റ് ഞാനിവിടെ കുറേ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാം, ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ ഇടാം, അതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലൊരു രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ ഷെയ്ഡിങ്സ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഫേസ് ഷെയ്ഡിങ് ചെയ്യാം, സ്മൂത്തായിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ മൂക്കിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാം, ചുണ്ടിൻ്റെ ഷെയ്ഡിങ്സ്, അതുപോലത്തെ പല്ല് എങ്ങനെ വരച്ചെടുക്കാം, അതുപോലെ തന്നെ മുടിയുടെ ഷെയ്ഡിങ്സ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ സാധാരണ ചെയ്യുന്ന പെൻസിൽ ഡ്രോയിങ്ങിനെക്കാട്ടിയും മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഡയറക്ഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഓരോ മുടികൾ നമ്മൾ വളരെ സാവധാനം വേണം വരക്കാൻ. നമ്മൾ വളരെ സാവധാനം ടൈം എടുത്തിട്ട് ഓരോ ഡയറക്ഷൻസ് നമ്മൾ വരച്ചെടുക്കുക. മുടിയുടെ ഓരോ ഡയറക്ഷൻ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ കണ്ടോ ഫസ്റ്റ് ലെയർ ഞാനിവിടെ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുക. പിന്നെ അവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ള കുറച്ച് ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഡയറക്ഷൻസൊക്കെ ഞാനിപ്പോൾ ഓരോരോ രോമങ്ങൾ, അതായത് ഓരോ മുടിയുടെ ഓരോരോ രോമങ്ങൾ ഞാൻ വരച്ചെടുത്തു കറക്റ്റായിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു റിയലിസ്റ്റിക് ഹെയറിൻ്റെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഓരോരോ മുടിയുടെ നമ്മളങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ റിയലിസ്റ്റിക് ലുക്കിലേക്ക് വരികയാണ് ചെയ്യുക. നമ്മളെ പെൻസിൽ ഡ്രോയിങ് ഒന്നും കൂടി നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഈ മുടിയുടെയൊക്കെ ഒരു ക്ലാരിറ്റി, അതായത് മുടി എങ്ങനെയാണോ വരുന്നത് അതുപോലെ നമ്മൾ ആ ഡാർക്ക്നെസ് വാല്യൂ അതുപോലെ തന്നെ ലൈറ്റ്നെസ് വാല്യൂ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളെപ്പോഴും പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായാലും ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ എപ്പോഴും ലെയർ വൈസ് വേണം നമ്മളെപ്പോഴും ഷെയ്ഡിങ്സ് ചെയ്യാൻ. ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യുക. നമുക്ക് എത്രത്തോളം നമുക്ക് ലെയേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് നമ്മുടെ റിസൾട്ട് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക, സ്മൂത്തായ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. പിന്നെ ഞാനിവിടെ കാതിലിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. ഞാൻ ഇവിടെ മാസ് ലൂമോഗ്രാഫിക്കിൻ്റെ പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക്നെസ് വാല്യൂ കൊടുത്തു. പിന്നെ ഇവിടെ ഹൈലൈറ്റ്സിനായിട്ട് ഞാനിവിടെ സുക്കുറ എന്ന കമ്പനിയുടെ വൈറ്റ് ജെൽപ്പൻ ഞാൻ വെച്ചിട്ട് യൂസ് ചെയ്തു. അപ്പോൾ നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്, ആ കാതിലിൻ്റെ ഭാഗമൊക്കെ നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഇവിടെ വീണ്ടും ഡാർക്ക്നെസ് എവിടേക്കാണോ ഉള്ളത് നോക്കിയിട്ട് 8B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മാസ് ലൂമോഗ്രാഫിക് എന്ന സ്റ്റെഡ്ലറിൻ്റെ പെൻസിൽ വെച്ചിട്ട് ബ്ലാക്ക് പെൻസിൽ ഞാൻ വെച്ചിട്ട് ഞാനിവിടെ കറക്റ്റായിട്ട് കാതിലൊക്കെ ഞാൻ വരച്ചെടുക്കുന്നു. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഞാൻ ഇവിടെ വൈറ്റ് സുക്കുറ പെന്ന് ഞാൻ ജെൽ പെൻ ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു തിളക്കം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാതിലൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് അടിപൊളിയായിട്ട് ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.